എന്താ ഇത്? അല്ല, ഞാൻ തല മസാജ് ചെയ്തുതരാം, അപ്പൊ തലവേദന മാറും. അതൊന്നും വേണ്ട. എന്നാ പിന്നെ ഞാൻ തലവേദനയ്ക്കുള്ള ഗുളിക എടുത്തോണ്ട് വരാം. എനിക്ക് ഗുളികയും വേണ്ട, ടോണിക്കും വേണ്ട. എന്താ കാർത്തി ഇത്? മൈഥിലി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മീനാക്ഷി ഇല്ലാത്ത നേരം നോക്കി അതും ഇതൊക്കെ പറഞ്ഞ് നീ എന്നോട് അടുക്കാൻ നോക്കണ്ട. എനിക്കെന്റെ മീനാക്ഷി അല്ലാതെ മറ്റാരോടും ഒരടുപ്പമില്ല. ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയാ ഒരു മുറിയിൽ ഒന്നിച്ച് താമസിക്കാൻ നിന്നെ സമ്മതിച്ചത്. നീ നിന്റെ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയേക്കണം. ഇങ്ങോട്ട് അടുക്കാൻ പോലും നോക്കരുത്. നീയും മീനാക്ഷിയും കൂടി ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. മറ്റന്നാള് ഡിവോഴ്സ് പെറ്റീഷന്റെ അടുത്ത ഡേറ്റ്. അത് മറക്കണ്ട. അത് മറക്കില്ല. എന്നെ ദ്രോഹിച്ചവരോട് പകരം വിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ദൈവമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിനക്കും എനിക്ക് ഒരു കാര്യം ഉറപ്പാ. നിന്റെ അച്ഛനെന്ന് പറയുന്നുണ്ട് ജയേട്ടന് ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നുമില്ല. ജയേട്ടന് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടച്ചിരിക്കുന്നു. അന്യന്റെ വിഷമതകളിൽ അലിയുന്ന മനസ്സാ ജയേട്ടൻ്റെത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ തന്റെ പ്രശ്നങ്ങളെ കരുതുന്ന ആൾ. അതുകൊണ്ടാ ആ മായമ്മയെ ജയേട്ടൻ സഹായിച്ചത്. ആ മായമ്മ ജയേട്ടൻ കൊടുത്ത സഹായം സ്വീകരിക്കാൻ കാരണം ആ സമയത്ത് ഞാൻ സുഖമില്ലാതെ കിടക്കായിരുന്നു. അതാ, അല്ലെങ്കിൽ അവരെന്നോട് ചോദിക്കുള്ളായിരുന്നു. വേണ്ട, ഇനി ആ വിളി വേണ്ട. ചെമ്പകമംഗലത്ത് രാജലക്ഷ്മിയുടെയും കൈമളിന്റെയും മകൻ മരിച്ചു. ഇനി ഇരിക്കപ്പെട്ട മകൻ
ഇവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചെമ്പകമംഗലത്തെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇവന്റെ ചിത എരിഞ്ഞടങ്ങിയിരിക്കണം. ഗർഭത്തിൽ ചുമന്നതും പൊക്കിൽ കൊടിയിലൂടെ പ്രാണൻ തന്നതും എല്ലാം എല്ലാം ഇവിടെ അവസാനിച്ചു. നശിച്ചു പോവടാ നീ. അമ്മേ. ഇറങ്ങി പോടാ ഇവിടുന്ന്. നിങ്ങളും അവരും തമ്മിലുള്ള ഇമ്മോറൽ റിലേഷൻഷിപ്പ് അവര് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി അവര് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു. നിങ്ങൾക്ക് കൊടുക്കാനാവുന്നതിനും അപ്പുറത്തുള്ള പണം അവര് നിങ്ങളോട് ആവശ്യപ്പെട്ടു. അവരുടെ ഡിമാൻഡുകൾ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തായപ്പോൾ നിങ്ങൾ അവരെ കൊന്നു. തനിക്ക് 2 വിസിറ്റേഴ്സ് ഉണ്ട്. ജേട്ടാ, അച്ഛാ, നന്ദിനി, എന്റെ മകളാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ചതിയാണ്, ചതി. ഞങ്ങൾക്കറിയാം ജേട്ടാ. ഞാനും നമ്മുടെ മോളും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. അച്ഛനൊന്നും ഒന്നും പേടിക്കണ്ട. ഒരു കോടതിയും അച്ഛനെ ശിക്ഷിക്കാൻ പോകുന്നില്ല. അച്ഛനെ എത്രയും വേഗം പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. മോളെ, നിന്റെ അച്ഛൻ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത് നിനക്ക് വീണ്ടും കാണേണ്ടി വന്നു അല്ലേ? അച്ഛൻ ഇങ്ങനെ തളരാതെ. അച്ഛൻ ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. ആരൊക്കെ സംശയത്തിന്റെ കണ്ണിൽ നോക്കിയാലും ഞങ്ങള് 2 പേർക്കും അറിയാലോ അച്ഛൻ നിരപരാധിയാണെന്ന്. സ്വന്തം മകളും ഭാര്യയോ പറയുന്നത്. ജേട്ടന് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും. മറഞ്ഞിരുന്ന് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെയും ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. എനിക്കറിയാം അവളാണ് ഇതിന് പിന്നിലെന്ന്. ആ ഇന്ദ്രജ. നന്ദിനി, നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനും മടിക്കില്ല അവള്. നിങ്ങൾ എന്നെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണെന്ന് അവളിപ്പോഴേ അറിഞ്ഞു കാണും. അവര് വരട്ടച്ച. എന്തിനേയും നേരിടാനുള്ള ധൈര്യം ഇപ്പോ എനിക്കും എന്റെ അമ്മയ്ക്കും ഉണ്ട്. കാരണം ഞങ്ങളുടെ മുൻപില് ഇന്നൊരു ലക്ഷ്യമേ ഉള്ളൂ: നിരപരാധിയായ അച്ഛനെ പുറത്തിറക്കാന്നുള്ളത്. ജേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. എല്ലാം സമാധാനപരമായി തന്നെ അവസാനിക്കും. അച്ഛൻ ഞങ്ങൾക്ക് അപകടം വരുമെന്ന് ഓർത്ത് പേടിക്കണ്ട. ഞങ്ങള് വ്യക്തമായൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അമ്മേ, നമുക്കധികം സമയമില്ല. എന്തെങ്കിലും തെളിവുകള് അച്ഛന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അതും നശിപ്പിച്ച് കളയാനുള്ള ശ്രമത്തിലായിരിക്കും അവര്. ഇറങ്ങട്ടെ ജേട്ടാ.
ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ACP സാറിന്റെ വൈഫ് ആയതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കരയണ്ട. ചേച്ചി ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നെ. മോളുടെ അമ്മ ഇല്ലാണ്ടായി. അതിന്റെ പേരിൽ എന്റെ അച്ഛൻ ജയിലിൽ കിടക്കുക. അമ്മുവിന്റെ അമ്മയെ കൊന്നതിന്റെ പേരിലല്ലേ മീനാക്ഷിയുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്നേ? എന്റെ അച്ഛൻ ഒരാളിനെയും കൊല്ലാനുള്ള മനക്കരുത്തില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മോള് പറയേ, എന്റെ അച്ഛൻ ജയരാമൻ മോളുടെ അമ്മയെ കൊല്ലുമെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ മോളങ്ങനെ വിശ്വസിക്കാത്തത്? ആ അങ്കിള് നല്ലയാളാ. എനിക്ക് പഠിക്കാനുള്ള ഫീസൊക്കെ തരുന്നത് ആ അങ്കിളാ. മോള് പറയേ, എല്ലാം തുറന്നു പറയണം. മോളെന്ന് സ്കൂളിൽ നിന്ന് വരാൻ താമസിച്ചത് എന്താ? പറ. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് മായ ചേച്ചി എന്റെ അച്ഛൻ കൊല്ലുന്നത് മന്ദാകിനി ചേച്ചി കണ്ടോ? ഞാൻ കണ്ടില്ല. പിന്നെന്തിനാ കൊന്നത് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്നത്? അന്ന് മായ മരിച്ചതിന് ശേഷം ഞാൻ അക്കാര്യം മീനാക്ഷിയോട് പറഞ്ഞല്ലോ. ഉവ്വ്. പിന്നെ ടിവിയിൽ ന്യൂസ് വന്നു മായയെ കൊന്നത് ജയറാമാണെന്ന്. അല്ലാതെ മായമ്മ ചേച്ചി കൊന്ന ശേഷം എന്റെ അച്ഛൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നൊന്നും ചേച്ചി കണ്ടിട്ടില്ലല്ലോ. ഇല്ല.
മായയെ അവിടെ കൊണ്ട് വിട്ടത് ജയറാം സാറാണെന്ന് പനക്കില പാർവതി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ശരി. സ്വന്തം അച്ഛനെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി പാരലായ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. വെരി ഗുഡ്. ശരി. നടക്കട്ടെ മാഡം, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. എനിക്ക് തിരക്കുണ്ട്. സാറിന്റെ ഡ്യൂട്ടി ചെയ്തോളൂ. സബ് ജയിലിൽ കിടക്കുന്നതേ നിരപരാധിയായ എന്റെ അച്ഛനാണേ. എനിക്ക് വന്നല്ലേ പറ്റൂ. മീനാക്ഷി, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം മീനാക്ഷിയോട് പറയാനുണ്ട്. കാർത്തിട്ടൻ പറയും. എനിക്കിത് സഹിക്കാൻ വയ്യ. എന്നോടുള്ള ഫൈറ്റ് മീനാക്ഷി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എനിക്കിത് ഫൈറ്റൊന്നും അല്ല. എന്റെ അച്ഛനെ രക്ഷിക്കാനുള്ള ശ്രമം മാത്രമാണ്. അത് ഞാൻ ചെയ്യും. മീനാക്ഷി, ഞാൻ എന്റെ വല്യമ്മാവനെ മനഃപൂർവ്വം കുടിക്കെന്നാണോ നീ ചിന്തിക്കുന്നത്? എന്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കാർത്തിയേട്ടൻ അറിയാമായിരുന്നു. പക്ഷേ കാർത്തിയേട്ടൻ അത് ചെയ്തില്ല. ആ പരിഭവം എനിക്ക് കാർത്തിയേട്ടനോടുണ്ട്. മീനാക്ഷി, വല്യമ്മാവനാണ് ആ മർഡർ നടത്തിയതെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ലെന്ന് മകളായ ഞാൻ ഉറപ്പിച്ച് പറയുക. മീനാക്ഷി, നമുക്ക് ഈ തർക്കം തുടരേണ്ടതില്ല കാർത്തിയേട്ടാ. ഏതായാലും എന്റെ അച്ഛന്റെ കേസ് നാളെ കോടതിയിൽ വരിക. അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ കോടതിയിൽ തെളിയിച്ച് കാണിക്കാം. എന്നിട്ട് മതി നമ്മൾ തമ്മിലൊരു ഫൈറ്റ്. മീനാക്ഷി ഇങ്ങനെയാ. മനസ്സിലൊരു തീരുമാനം എടുത്തു പോയാൽ അതിൽ നിന്ന് ഇവളെ പിന്തിരിപ്പിക്കാൻ വലിയ പാടാണ്. ACP ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ശ്രമിക്കുന്നത് പോലെ എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള അവകാശം എനിക്കുമില്ലേ? ഞാനത് തെളിയിക്കും. Is that a challenge? Yes, it's a challenge. മുത്തശ്ശി, നമ്മുടെ വക്കീല്. വേഗം വാ മോളെ. നമസ്കാരം. രാജലക്ഷ്മി അമ്മയോ? എന്താ ഓഫീസിലേക്ക് വരായിരുന്നത്? ഞങ്ങൾ ഓഫീസിൽ ചെന്നപ്പോ വക്കീൽ സാർ ഇങ്ങോട്ട് പോന്നെന്ന് പറഞ്ഞു. ഡോക്യുമെന്റ്സ് എല്ലാം എന്റെ തന്നതല്ലേ? തന്നതാ. ആ പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടിയ CCTV ഫുട്ടേജോ? അതും തന്നതാ. ശരി ശരി. നന്ദിനി മേഡം എവിടെ? ക്ഷേത്രത്തില പൂജയില. കേസ് അനുകൂലമാക്കാനുള്ള പ്രാർത്ഥനയില. ടൈമായി, വേഗം വരൂ. ഒരുപക്ഷെ ആദ്യം വിളിക്കുന്ന കേസ് നമ്മുടേതായിരിക്കും. വാ. മുത്തശ്ശി, ദേ അച്ഛൻ.
അച്ഛ. മോനെ, തെറ്റ് ചെയ്യാത്തവരാരും ശിക്ഷിക്കപ്പെടരുതെന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ മാത്രമല്ല ഉള്ളത്. അതിനു മുമ്പ് അത് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിലും ഉണ്ട്. അതുകൊണ്ട് എന്റെ മോൻ ധൈര്യത്തോടെ കോടതിയിൽ കയറിക്കും. ദൈവത്തിന്റെ വിധികളൊന്നും ഇന്നേ വരെ തെറ്റിയിട്ടില്ല.